ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ചാലഞ്ച് ഡേ നമ്പർ 12 ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ യൂണിഫോം എല്ലാം ഇടുന്നതിന് മുന്നേ എനിക്ക് വിശന്ന് വയറ് കത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂണിഫോം ഇട്ട് റെഡി ആയത്. പിന്നെ എനിക്ക് റെഡിയാകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ദോശ ചൂടുക, റെഡിയാവുക, ഒരു ദോശ ചൂടുക, മോയ്സ്ചറൈസർ ഇടുക, ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അമ്മ റെഡിയാവാൻ പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യഗൗരവമായി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി, മുടിയൊക്കെ കെട്ടി. ഈ ക്ലിപ്പ് എൻ്റെ ഫേവറേറ്റ് ക്ലിപ്പാണ്. കാരണം എന്തോ എനിക്കിത് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം യുണീക്കായിട്ട് തോന്നത്തില്ലേ? എനിക്ക് ഈ ക്ലിപ്പ് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഫ്ലവർ ക്ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതെനിക്ക് എന്തോ പോലെ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ എന്തൊക്കെയോ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോയിൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഫുഡ് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വാച്ച് കെട്ടി. വാച്ച് ഞാൻ സാധാരണ നേരത്തെ കെട്ടുന്നതാണ്. ഇന്ന് ലേറ്റായി, മറന്നല്ല, ലേറ്റായതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലോട്ട് ഇറങ്ങി. അമ്മയാണ് കൊണ്ടാക്കുന്നത്. അത് കഴിഞ്ഞത് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. ഇന്ന് ചിപ്പിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവളുടെ അമ്മ വന്ന് കേക്കും ബലൂണും ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചൈനീസ് മേളയിൽ പോയി അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചു. ഏത് ബർത്ത്ഡേ ആയാലും അത് ആഘോഷം ചൈനീസ് മേളയിലായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേക്ക് അവൾ ചൈനീസ് മേളയിൽ നിന്നാണ് സാധനം വാങ്ങുന്നത്, അവളുടെ ബർത്ത്ഡേക്ക് അവിടെ നിന്നാണ്. പിന്നെ ഈ കിച്ചൺ സെറ്റ് കാണുമ്പോൾ വിചാരിക്കും, നിൻ്റെ കൂട്ടുകാരിക്ക് എന്തിനാണ് ഈ കിച്ചൺ സെറ്റെന്ന്. ആ സന്തോഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം ഗൈസ്. അവളുടെ അമ്മ നമുക്ക് മുട്ടായി തരാൻ വരെയാണെന്ന് പറഞ്ഞാണ് അവളെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് വെയിറ്റ് ചെയ്യണം. കണ്ടോ, അവൾ അറിഞ്ഞില്ല, അവൾ വിചാരിച്ചതേ ഇല്ല. കാരണം അവളുടെ ഈ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമെന്ന്, നമ്മളുടെ വീട്ടിൽ വെച്ച് മുറിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 3 വർഷം നമ്മൾ ഒരുമിച്ചായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു. ഇതൊരു ക്ലിപ്പും ബണ്ണൊക്കെയാണ്. ബട്ട് ദിസ് ഗിഫ്റ്റ് ഈസ്, എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണ്, കിച്ചൺ സെറ്റ്. കണ്ടോ അവളുടെ സന്തോഷം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അവൾ എപ്പോഴും എവിടെ പോയാലും ഏത് ഇടത്ത് പോയാലും അവൾ പറയുന്നതാണ്. പിന്നെ ഇത് അവൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കമ്മലാണ്. ഇത് പിന്നെ ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ മറ്റേ പോപ്പൊക്കെ പൊട്ടിച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ, എനിക്ക് ആ സീനാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ഉമ്മ.